അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ, 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ധ്യാനിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള തിരുവെഴുത്തുകൾ. സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനെ തിരഞ്ഞെടുക്കുകയും തിരുവൃതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതെന്ന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാൻ സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. എല്ലാവരും ഈ തിരുവെഴുത്തുകൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. റെസ്പോൺസ് തിരിച്ചു തന്നായിരിക്കണം. ഈ വാക്യത്തെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ പലതും നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ എറ്റേണൽ പേർപ്പസ് ഓഫ് ഗോഡ് എന്ന് ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ പഠനത്തിൽ, ചിന്തയിൽ നമ്മൾ കൊണ്ടുവന്നു. ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയാണ് ഈ വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വാസ്തവത്തിൽ പിതാവായ ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്ത് മനുഷ്യനെ സംബന്ധിച്ചുണ്ടായിരുന്ന അവിടുത്തെ ഹൃദയത്തിന്റെ ഇഷ്ടമാണ് ഈ വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രാവശ്യം ആ വാക്യം നമ്മൾ നോക്കി. സ്വർഗത്തിലെ സകല, എല്ലാവരോടും ചേർന്നൊന്ന് വായിക്കാൻ പറ്റുമോ? ഒരു സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരോടും ചേർന്ന ബൈബിൾ എല്ലാവരും എടുത്ത് എവ്രിബഡി ടേക്ക് യുവർ ബൈബിൾ ആൻഡ് ആ ഭാഗത്തേക്ക് ഒന്ന് നോക്കി എല്ലാവരോടും ചേർന്ന് വായിക്കാൻ പോവാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഇതാണ് വാസ്തവത്തിൽ സുവിശേഷം. ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, രാജാതി രാജാവായി വേഗം വരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. That is not the real gospel. That is a partial form of the gospel. സുവിശേഷത്തിന്റെ ടോട്ടൽ കണ്ടന്റ്, റിയാലിറ്റിയാണ് ദൈവത്തിന്റെ ഹിതത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഈ വാക്യത്തെ വിശദീകരിക്കാൻ പോവാം. എല്ലാ വാക്യങ്ങളും ഇല്ല, ഒരൊറ്റ പദം. ഈ ഒരു 3 വാക്യങ്ങൾ നമ്മുടെ അടുത്ത ചില ദിവസങ്ങളിലെ ചിന്തയ്ക്ക് വേണ്ടി ദൈവം തന്നേക്കുക. ഹല്ലേലൂയ. റെഡിയാണോ നിങ്ങളെല്ലാം? ആർ റെഡി ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്? നല്ല ഹല്ലേലൂയ കേട്ടേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് പറയുന്നതല്ല കാര്യം. നിങ്ങളുടെ ഉത്സാഹമാണ് എനിക്ക് പ്രസംഗിക്കാനായിട്ട് എന്തോന്ന് ഒരിത്. ആമേ. എന്നും വെച്ച് നിങ്ങൾ മിണ്ടാതിരുന്നാലും ഞാൻ പ്രസംഗിക്കാതിരിക്കത്തില്ല. കാരണം കർത്താവ് എന്നെ ഇവിടെ നിർത്തിയേക്കുന്നത് നിങ്ങളുടെ അഭിഷേകത്തിന്റെ പുറത്തല്ല, എന്റെ അഭിഷേകം. എനിക്ക് കർത്താവ് തന്നൊരു അനോയിന്റിങ്ങിന്റെ പുറത്ത്. ഹല്ലേലൂയ. സോ എഫേസ്യരിൽ ഞാൻ പറഞ്ഞത് ദിസ് ഈസ് ദ ഗോസ്പൽ. ദിസ് ഈസ് ദ ഗോസ്പൽ. ഇവിടുത്തെ ആദ്യത്തെ പദം നോക്കിയേ. എല്ലാവർക്കും അറിയാവുന്ന പദമാണ്. നമ്മൾ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 150ാമത്തെ പ്രാവശ്യം ചിന്തിക്കുന്നവരുണ്ട്, 1000 പ്രാവശ്യം വായിച്ചവരുണ്ട്, 1500 പ്രാവശ്യം കാണാതെ പറഞ്ഞവരുണ്ട്. കണ്ടു, എല്ലാവരും ഇതിനകത്തുണ്ട്. എന്തോ വാക്യം എന്ന് നോക്കി എല്ലാവരും. സ്വർഗത്തിലെ ഒരു മിനിറ്റ്, അത്ര മതി. എല്ലാവരും ഒന്ന് പറ. സ്വർഗത്തിലെ, ശബ്ദം എത്തിപ്പെടണം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന
നമ്മുടെ ദൈവം. വാ, എല്ലാവരും ഒന്ന് ചൂടായി. എത്ര പേര് ഈ വാക്യം വിശ്വസിക്കുന്നുണ്ട്? വേഷങ്കട പേരുള്ളവരുടെ കയ്യിൽ ഈ വാക്യത്തെ അങ്ങനെ വിശ്വസിക്കുന്നവരുടെ കയ്യിൽ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വാക്യം. കൊള്ളാവുന്ന വാക്യം എന്ന് പറയുമ്പോൾ വാക്യൊന്നും കൊള്ളാത്തതല്ല, വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്, ഇല്ലേ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നെന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വാക്യങ്ങൾക്കകത്താണ് ദൈവത്തിന്റെ സ്വർഗീയമായ നിത്യമായ പദ്ധതിയുടെ ആവിഷ്കാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്യങ്ങളിലാണ് ദൈവം നമ്മെ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്തിൽ ഈ വാക്യം നിങ്ങളുടെ അകത്തൊന്ന് കാരണം ഞാൻ വളരെ ഇന്ന് എനിക്ക് പ്രസംഗിക്കാനേ പാടാണ്. ആമേൻ. നിങ്ങൾക്ക് കേൾക്കാനും പാടാണ്. അപ്പൊ രണ്ട് പാടുകൾ ഒരുമിച്ചാണ് ഇപ്പൊ നിൽക്കുന്നത്. ഡബിൾ പാടിലാണ്, നോട്ട് ഐ പാഡ്. ഒന്നുകൂടെ പറഞ്ഞ, സ്വർഗത്തിലെ സകല ഞാനൊരു കാര്യം വിചാരിച്ചു, ഇത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ ഇന്ന് രാവിലെ എന്റെ മനസ്സിൽ വന്നു, ദൈവമേ, ഈ വചനത്തിന്റെ ഫുൾ മീനിങ് മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തിയ ഒരു മനുഷ്യനെങ്കിലും ഈ ഭൂമിയിൽ കാണും. ഈ വാക്യത്തിന്റെ അർത്ഥം അങ്ങനെ മനസ്സിലാക്കി അത് ഫുൾ ഉപയോഗിച്ച ഒറ്റ മനുഷ്യൻ ഈ ഭൂമി കാണും. കാരണം ഈ വാക്യങ്ങൾ അതാണ് നമുക്കിങ്ങോട്ട് അക്ഷരിക ലോകത്ത് എടുത്ത് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു വാക്യം അല്ല. ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞപ്പോ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വന്നൊരു ചിന്തയുണ്ട്, എന്നിട്ട് ഞാൻ ഇപ്പോഴും ആരാണ്? പിച്ചക്കാരനാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാനിന്നും കൊച്ചിനെ വിടാൻ ഫീസ് ഇല്ലാതിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതവും നമ്മുടെ ഫിസിക്കൽ വേൾഡും നമ്മുടെ സാഹചര്യങ്ങളും ഈ തിരുവെഴുത്തും തമ്മിൽ എവിടെയൊക്കെയോ ഒരു പൊരുത്തക്കേട്. നമ്മുടെ കരങ്ങൾ മൊത്തം ശൂന്യമാണ്, നമ്മുടെ സാഹചര്യങ്ങൾ മൊത്തം ദാരിദ്ര്യമാണെന്ന് വെച്ച് ഈ വചനത്തിന് അർത്ഥമില്ലാതാകുന്നില്ല. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, ഈ തിരുവെഴുത്ത് അങ്ങനെ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളെ പെനിട്രേറ്റ് ചെയ്ത് അതിനെ വൈപ്പ് ഔട്ട് ചെയ്ത് തന്റെ മഹിമയെ സ്ഥാപിക്കാനുള്ള കരുത്ത് ഈ പുസ്തകത്തിലെ ഈ വാക്യത്തിനുണ്ട്. നിന്റെ ശൂന്യതയെ മാറ്റാനുള്ള കരുത്ത് ഈ പുസ്തകത്തിനുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ ഇല്ലായ്മയെ നിറയ്ക്കാനുള്ള കരുത്ത് ഈ തിരുവെഴുത്തിനുണ്ട്. ആമേൻ. ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ മുഴു പുസ്തകത്തിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് ഒരൊറ്റ വാക്യം മതി നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മിറക്കിൾ ചെയ്യാൻ. ഞാൻ വിശ്വസിക്കുന്ന ഇതിനകത്തൊരു കോമ മതി നിന്റെ ജീവിതത്തിന് മാറ്റം വരുന്നത്. Such a powerful word it is. ഇവിടെ പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീക. ഒന്നാമത്തെ പ്രോബ്ലം പറയാം. അനുഗ്രഹം എവിടെയാ കിട്ടിയിരിക്കുന്നത്? ക്രിസ്തുവിൽ. എവിടെയാണ് പൊസിഷൻ? ക്രിസ്തുവിൽ. ഇരിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിൽ. ഉറക്കെ പറ, സ്വർഗത്തിൽ. സ്വർഗത്തിൽ, ക്രിസ്തുവിൽ. എന്നിട്ട് അടുത്ത പ്രശ്നം എന്തുവാ? ആത്മീകമായ സകല അനുഗ്രഹ. ഉറക്കെ പറ, ആത്മീകമായ സകല അനുഗ്രഹത്താൽ.
ആകപ്പാടെ പ്രശ്നം. ഒന്ന് അനുഗ്രഹം മുഴുവൻ എന്താണ്? ആത്മീയമാണ്. ഈ കിട്ടിയത് എവിടെയാണ്? ക്രിസ്തുവിൽ. ക്രിസ്തു എവിടെയാണ്? സ്വർഗത്തിൽ. 3 കാര്യങ്ങളും നമ്മെ കൊണ്ട് തൊടാൻ പറ്റാത്ത കാര്യമാണ്. ആമേൻ. ഇത് 3ഉം നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തതാണ്. നമ്മുടെ 5 സെൻസ് കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. തൊട്ട് കാണിക്കാൻ പറ്റത്തില്ല, ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല, ഇതാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് മുഴുവൻ ഈ കാണുന്ന ഡയമെൻഷന്റെ അപ്പുറത്താണ്. ഒരു ഹല്ലേലൂയ പറയാം. എത്ര ഡയമെൻഷൻ ഉണ്ട്? 7th ഒക്കെ പോയി, അതൊക്കെ മാറി. ഇപ്പൊ പണ്ടാ 7th ഡയമെൻഷൻ വരെ നമ്മുടെ നാട്ടുകാർ പറഞ്ഞില്ലേ, 7ാം അറിവ് കേട്ടിട്ടുണ്ടോ? 7ാം അറിവ് എന്നൊരു തമിഴ് ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. ആരും ഇന്ന് രാത്രി യോഗം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകരുത് കാണാൻ. 7ാം അറിവ്, 7th ഡയമെൻഷൻ. ഞാൻ വിശ്വസിക്കുന്ന സ്വർഗത്തിൽ അപ്പൻ ഇരിക്കുന്നത് 10ഉം 15ഉം 12ഉം ഒക്കെ ഡയമെൻഷന്റെ അപ്പുറത്താണ്. ഫസ്റ്റ് ഡയമെൻഷൻ, സെക്കൻഡ് ഡയമെൻഷൻ, തേർഡ് ഡയമെൻഷൻ, ഫോർത്ത് ഡയമെൻഷൻ, ഫിഫ്ത്ത് ഡയമെൻഷൻ, സിക്സ്ത് ഡയമെൻഷൻ, 7th, 8th, 9th, 10th, +1, +2. എന്ത് കഴിഞ്ഞ പിന്നെ എന്ത് പോകണം? +1 ആയി. സോ ഐ തിങ്ക് ഗോഡ്, അവർ ട്രയൂൺ ഗോഡ് ഇരിക്കുന്നത് about 10 dimension. കുറച്ചു നേരം നിങ്ങളുടെ തലയ്ക്ക് പണി തരാൻ വേണ്ടി ഞാൻ വന്നിക്ക്. ഹല്ലേലൂയ. ചിലർ പറയുന്നത്, പാസ്റ്ററെ എന്റെ കൊച്ചിന് തൂവല്ലോ, ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഡയമെൻഷൻ കേൾക്കാനല്ല. ഞാൻ ഇത് പറഞ്ഞാൽ നിന്റെ ഡയമെൻഷൻ മാറിക്കോളും. അല്ലെങ്കിൽ ഇന്ന് മുട്ടുവേദന മാത്രം മാറിപ്പോവും. ആയുഷ്കാലം മൊത്തം ഈ വേദന വരാതിരിക്കണ്ടേ? ആയുസ് മൊത്തം നിലനിൽക്കുന്ന ഒരു വീടുതൽ എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടാമേ? ചില പാസ്റ്റേഴ്സ് പ്രസംഗിക്കാൻ പറയാറുണ്ട്, കർത്താവേ ഒരാഴ്ച ജീവിക്കാൻ ആവശ്യമായ സ്വർഗീയ മന്ന. ഇപ്പൊ ഓരോ വചനത്തിന് എത്ര ദിവസത്തെ വാലിഡിറ്റി ഉള്ളൂ? ഐഡിയക്ക് ചാർജ് ചെയ്യുന്ന പോലാണ്. എവറിബഡി ലിസൺ ടു മീ. ഐഡിയക്ക് ചാർജ് ചെയ്താൽ ഒറ്റയാഴ്ച 7 ദിവസം കൊണ്ട് പിന്നെ എന്ത് ചെയ്യും? തീർന്നു. മിക്കവാറും ഒക്കെ ഉള്ള നമ്മുടെ എല്ലാ പ്രസംഗത്തിലും എന്റെ ദൈവമേ 7 ദിവസം കിട്ടിയ ഭാഗ്യം. ചില പ്രസംഗമൊക്കെ നോക്കുന്നു, അരമണിക്കൂറത്തെ വാലിഡിറ്റി പോലും ഇല്ല. പ്രസംഗിച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോ തന്നെ വിശ്വാസി ഓപ്പോസിറ്റ് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ചങ്കവേദന. നമ്മൾ പഠിപ്പിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ അവന്റെ വായിന്ന് വരുന്നത് എന്തുവാ? നമ്മൾ എന്ത് പ്രസംഗിച്ച അതിന്റെ ഓപ്പോസിറ്റാ. അപ്പൊ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം പറയുന്നവർക്കില്ല. കാരണം പ്രസംഗിക്കുന്നവർക്കേ അറിയൂ പ്രസവിച്ചതിന്റെ വേദന. പ്രസംഗം വാസ്തവത്തിൽ ഒരു പ്രസവമാണ്. ഡെലിവറി മീൻസ് വിത്ത് ഫുൾ പെയിൻ. സോ ലിസൺ ടു മീ. ഈ ചർച്ച്, ICF ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ റെവലേഷൻ നിങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി കർത്താവ് ഒരു ഡിഫറെന്റ് ട്രൂത്തിലേക്ക് യേശു നമ്മളെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും പറ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. എല്ലാവരും വായിച്ചു പറ, ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങളിൽ അങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. ഇതൊക്കെ സ്വർഗം അദർശ്യം, ആത്മീയ അനുഗ്രഹങ്ങൾ അദർശ്യം, ക്രിസ്തുവിൽ അദർശ്യം. 3 ഇൻവിസിബിൾ ആയിട്ടുള്ള റലങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 3 ഇൻവിസിബിൾ റലംസ്. ഫസ്റ്റ് വൺ ഹെവൻ, second one spiritual realm, third one in Christ. Christ is not in heaven, Christ is above the heaven. Amen. യേശു സ്വർഗത്തിലല്ല, യേശുവിലാണ് സ്വർഗം. ആമേൻ. ആമേൻ. യേശു സ്വർഗത്തിലല്ല, യേശുവിലാണ് സ്വർഗം. അതറിഞ്ഞൊരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് മേഘത്തിൽ സ്വർഗത്തിൽ പോകാൻ കൊതിയാകുന്നു എന്നല്ല പൗലോസ് പറഞ്ഞത്. വിട്ടുപിരിഞ്ഞ് യേശു ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ വാഞ്ചിക്കുന്നു. ആമേൻ. എന്താ പൗലോസെ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ച പോൾ പറയുന്ന മറ്റൊരു പദമുണ്ട്. ഞാൻ സേവിക്കുന്ന എന്റെ പ്രാണനാഥൻ സ്വർഗത്തെക്കാൾ വലിയവനാണ്.
ഓ ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് തമ്പുരാൻ കൊടുത്ത വെളിപ്പാടിൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങ് സ്വർഗത്തിൽ ഒതുങ്ങുന്ന ദൈവമല്ല, സ്വർഗാദി സ്വർഗത്തിലും അങ്ങ് ഒതുങ്ങത്തില്ല. അങ്ങേർക്ക് പറയാനുള്ള ഭാഷയുടെ കുറവ് കാരണം അങ്ങനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സ്വർഗം അങ്ങയുടെ സിംഹാസനമാണ്, ഭൂമി അങ്ങയുടെ പാദപീഠമാണ്. അങ്ങ് ഇരിക്കുന്നത് സ്വർഗത്തിലെങ്കിൽ അങ്ങയുടെ പാദം സ്വർഗ ഭൂമിയിലാണ്. Such a great God you are. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറയോ? ഞാനൊരു കാര്യം പറയോ, ശലോമോന്റെ ജ്ഞാനത്തെ തട്ടി മാറ്റി യേശു രംഗത്ത് വന്നു. ശലോമോൻ പറഞ്ഞു, സ്വർഗം നിന്റെ സിംഹാസനം, ഭൂമി നിന്റെ പാദപീഠം. യേശു വിളിച്ചു പറഞ്ഞു, ശലോമോനേക്കാൾ വലിയവൻ ഇവിടെ വന്നിരിക്കുന്നു. ശലോമോന് കിട്ടിയത് ആ അറിവാണെങ്കിൽ ശലോമോനേക്കാൾ വലിയവൻ കൊണ്ടുവന്ന അറിവ് സ്വർഗസിംഹാസനം ഭൂമി പാദപീഠമെന്നല്ല, സ്വർഗവും ഈ കാണുന്ന പ്രപഞ്ചവും ഈ കാണുന്ന സർവ്വലോകവും എന്റെ ദൈവത്തിന്റെ ഉള്ളിലിരിക്കുന്നു. അവൻ ഇവയൊക്കെയും തന്റെ വചനത്താൽ വഹിക്കുന്നു. Praise the Lord. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചു. സ്വർഗം എത്രയാ? സ്വർഗം. ഇനി അടുത്ത സ്വർഗത്തിലേക്ക് പോകാൻ പോവാ. എന്തോ ഈ സ്വർഗം? സ്വർഗം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തോ വാനകോള എന്തൊരു പാട്ടില്ലേ, അതൊന്നും എനിക്ക് വീണ്ടും മറന്നു പോകുന്നൊരു പാട്ട്. 1000 കോടി വാനകോളങ്ങളെ താണ്ടി. അപ്പൊ നമ്മൾ സ്വർഗത്തെ എവിടെ എടുത്ത് വെച്ചേക്കുന്നത്? ഈ യൂണിവേഴ്സലിന്റെ ദൂരം അറിയാമോ? എന്നെ നോക്കുന്ന നോട്ടത്തിന് അർത്ഥം അറിയോ? സ്വന്തം വീട്ടിലേക്കുള്ള ദൂരം പോലും അറിയത്തില്ല. യൂണിവേഴ്സൽ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു കാൽക്കുലേഷൻ നടത്തി. കാൽക്കുലേഷൻ നടത്തിയപ്പോ ഇന്ന് ഭൂമിയിൽ 600 കോടി ജനമുണ്ട്. 700 കോടി ജനമുണ്ട്. ഈ യൂണിവേഴ്സലിലെ ദൈവം ഒന്ന് പങ്കുവെച്ചാൽ ഇന്ന് ഭൂമിയിൽ ഇരിക്കുന്ന ഓരോ ആൾക്കും ഓരോ ട്രില്യൺ ഗാലക്സി വീതം കിട്ടും. ട്രില്യൺ എന്താന്നായിരിക്കും? ഓരോ മനുഷ്യർക്കും ഇന്ന് ജീവിക്കുന്ന ഓരോ ആണ്ടിരിക്കുന്ന ടീച്ചർ ആന്റിക്കൊക്കെ എത്ര ട്രില്യൺ ഗാലക്സി? 1 ട്രില്യൺ ഗാലക്സി, 10,000 കോടി ഗാലക്സി കിട്ടും. ചുമ്മാ ഒന്ന് ദൈവം. നമ്മളിവിടെ 1 സെന്റ് സ്ഥലം ഇല്ലാതെ ദൈവമേ എന്നെ ഒന്ന് മാനിക്കണേ, എന്റെ പിള്ളേരെ മാനിക്കണേ അലറിക്കൂയി കരയുമ്പോ ദൈവം പറഞ്ഞ ചെറുക്കൻ ഞാൻ ഈ ഭൂമി ഒന്ന് നിനക്ക് പങ്കുവെച്ച് തന്നാൽ, കർത്താവേ ഈ തല എന്തിനാണോ ദൈവം വെച്ചത്? ചുമ്മാ എങ്കിലും ഒരു ഗ്ലോറി പറയാം. Such a great God we are serving. ചിലര് പറയുന്നത് അതൊക്കെ ശരിയാ, നാളെ എന്റെ കൊച്ചിനെ സ്കൂളിൽ വിടണമെങ്കിൽ ഒരു 5000 രൂപ വേണം. അത് തരാനുള്ള കഴിവ് ദൈവത്തിന് ഉണ്ടോ? ഇതാണ് ആകെ പ്രോബ്ലം. ഇവിടുത്തെ പ്രോബ്ലം എന്താ? ഇത് ഫുള്ളുള്ള ഇതിന്റെ മൊത്തം ഓണർ എന്റെ ഡാഡിയാണ്. ഡാഡിയുടെ മോനായ ഞാൻ ഇപ്പോൾ പ്രോഡിഗൽ സണ്ണാണ്. അതിന് നമ്മൾ കണ്ടുപിടിച്ച വാക്യം, അത് എന്റെ ഡാഡി എന്നൊക്കെ പറഞ്ഞാൽ അടുത്തുകൂടാത്ത, അടുത്തുകൂടോ എന്ന് പറഞ്ഞാൽ പുള്ളി ഒന്ന് തൊടാനും പറ്റത്തില്ല, അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ അപ്പനൊക്കെ ഉള്ളത് ശരിയാണ്, ഇങ്ങനെയുമായിട്ടുള്ള ബന്ധം ഒന്നും അങ്ങോട്ട് ശരി. യൂണിവേഴ്സിന്റെ വലുപ്പം ഞാൻ പറയാം. യൂണിവേഴ്സലിന്റെ എന്ന് പറഞ്ഞാൽ ഈ കണ്ട അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സ്, അതിന്റെ വലുപ്പം 150 ബില്യൺ പ്രകാശ വർഷം അകലെയാണ്. കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചുമ്മാ പറഞ്ഞുതരും, കാരണം മനസ്സിലാകാത്തതുകൊണ്ടുള്ള സ്തോത്രം. 150 ബില്യൺ പ്രകാശ വർഷം അകലെ. 150 ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി. 150 ബില്യൺ പ്രകാശ വർഷം ഉണ്ട് ഇവർ തമ്മിലുള്ള ദൂരം. ശരി, ഓക്കെ. ഇതിന്റെയൊക്കെ അപ്പുറത്താണ് ആരിയിരിക്കുന്നത് നമ്മുടെ ധാരണ. സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ സ്വച്ഛ സ്ഫടിക തങ്കതുല്യമായ തെരുവീതിയുണ്ട്. ഇന്ന് രാവിലെ ഒരു വാട്സപ്പിൽ ഒരു പാട്ട് വന്നു, വിശ്വാസ നാട്ടിൽ ഞാൻ പോകും, ആറ്റിൻകര പോകുന്നു. എന്താ ഞാൻ കൊണ്ടുപോകുന്നില്ല. ശോഭനമായ തീരം. എല്ലാ പാട്ടിനകത്തും ഒരു തീരമുണ്ട്, ഒരു ആറ്റിൻകരയുണ്ട്.
അതെനിക്ക് വല്ല സിനിമാ പാട്ടിന്ന് വന്നേ തോന്നുന്നു. ആറ്റിൻകാരെ ഓരത്ത്. ആമേ. ആറ്റിൻകര ഓരത്ത് ഇരിക്കുന്ന ആരാണ്? വിശ്വാസ നാട്ടിൽ ഞാൻ പോവും, ആറ്റിൻകര തീരത്ത് പോകും. വേറെ എത്രയാണ്? ശോഭനയുള്ള നാടുന്നത്, ശോഭയുള്ള നാടുന്നത്, ശോഭയേറുമ നാടുണ്ടതിൽ അക്കരെ കാണും. എന്റെ അർത്ഥം എന്താ? വാ ഇങ്ങോട്ട്. അക്കരെ. ഈ അക്കര ഇക്കര എന്നൊക്കെ വരുന്നത് എവിടുത്തെ ഭാഷയാ? ഞങ്ങളുടെ നാട്ടിൽ ആറുണ്ട്, തോടുണ്ട്, അപ്പുറത്ത് നിൽക്കുന്നതിനെ പറയും അക്കരെ നിൽക്കുന്നത് പറയും. അപ്പൊ നമ്മുടെ എല്ലാം ചിന്ത എന്തുവാ? ദൈവം താമസിക്കുന്നത്, സ്തോത്രം, ഒരു ആറ്റിന്റെ കരയിലാണ്. അത് കരമനയാറിന്റെ കരയിലല്ലാത്തതിനായി സ്തോത്രം. 4 ഇടപാട് തീർന്നേ ദൈവത്തിന്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചേക്ക ദൈവം ആറ്റിൻകര തീരത്ത് താമസിക്കുക. വേറെ കുറച്ച് പഠിപ്പീര് എന്തുവാ? അവിടെ സ്വച്ഛ സ്ഫടിക തങ്ക തുല്യമായ തെരുവീതിയുണ്ട്, അവിടെ ജീവജല നദി കടലുണ്ട്, അവിടെ ചോദ്യം ചോദിച്ച എല്ലാവരും ഇപ്പം വാക്യം എടുത്തോണ്ട് വരും. ഞാൻ തിരിച്ചു ചോദിച്ച മറുപടി പറയാൻ പറ്റുമെങ്കിൽ മാത്രം വാക്യം കൊണ്ട് വരാം. അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞതിന്റെ കാരണം അരച്ച മാവ് വീണ്ടും വരയ്ക്കുന്നത്. ആമേ. അരച്ച മാവാണ് വീണ്ടും വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഇവിടെ 35 പ്രാവശ്യം അരച്ചാലും ദോശ ചൂടാൻ പറ്റാത്ത പുള്ളികൾ ഇരിപ്പുണ്ട്. ആമേ. അപ്പൊ ഹെവൻ എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ആദ്യം സൃഷ്ടിച്ചത് എന്ത്? ആകാശം. ഈ ആകാശത്തിന്റെ പേരാണ് ഹെവൻ, ഹെവൻസ്, സ്വർഗങ്ങൾ. ആ സ്വർഗങ്ങളുടെ അകത്ത് എന്ത് സൃഷ്ടിച്ചു? ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പൊ ഭൂമി എവിടെ ഇരിക്കുന്നു? ഒന്ന് ഉറക്കെ പറ. സ്വർഗത്തിന്റെ അകത്തിരിക്കുന്നു. സ്വർഗം എവിടെ ഇരിക്കുന്നു? ദൈവത്തിന്റെ ഉള്ളിലിരിക്കുന്നു. കാരണം ഇവന്റെ അപ്പുറത്തൊന്നുമില്ല, ഉള്ളതെല്ലാം ഇവന്റെ അകത്താണ്. സകലതും അവനാലും അവനെ കൊണ്ടും അവനാലും നിയന്ത്രിക്കപ്പെടുന്നു. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ആമേൻ. അപ്പൊ നമ്മൾ എന്തിവിടെ ഇരിക്കുമ്പോ മനസ്സിൽ ചിന്തിച്ചോണം, സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് മീതെ ഒരു കവറിംഗ് ഉണ്ട്. ആമേൻ. കർത്താവായ യേശു പ്രാർത്ഥിക്കുമ്പോ സ്വർഗം തുറന്നു. അപ്പൊ ഈ സ്വർഗം എവിടെ തുറന്നേ? മശിഹാ ചരിത്രം വായിച്ചാൽ എന്തോ ചെയ്യുന്നു? മശിഹാ ചരിത്രം കണ്ടിട്ടില്ലേ? സിനിമ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? യേശു കർത്താവ് പ്രാർത്ഥിച്ച സ്നാനമേറ്റിങ്ങിന് എഴുന്നേറ്റ് വരുമ്പോ ഏതോ ഒരു മരത്തിൽ ഇരുന്ന ഒരു പ്രാവ് ഇറങ്ങി വരുന്നത്. യേശു ക്രിസ്തുവിന്റെ ആത്മാവിന് ഒരമ്മയുടെ സ്വഭാവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ കേരള ഇളകി മറിഞ്ഞു. ആമേ. സുനാമിയായിരുന്നു. ഇതേ പരിശുദ്ധാത്മാവിനെ ഒരുമാതിരി ചോക്ലോത്തി പ്രാവാക്കി വെച്ചേക്കുന്ന ഒരു കുഴപ്പമില്ല. പൂച്ച കണ്ട കയറി പിടിക്കുന്ന പ്രാവ് ആര്? പരിശുദ്ധാത്മാവ്. അവരുടെ എല്ലാ ലോകോയ്ക്കകത്തും എന്തുണ്ട്? ആരും മിണ്ടരുത്. പ്രാവ് എന്ന് പറഞ്ഞത് എന്തിന്റെ രൂപം? പക്ഷിയുടെ രൂപമല്ലേ? അപ്പൊ യേശു എന്താ പറഞ്ഞത്? ദൈവം എന്താ പറഞ്ഞത്? എന്നെ മൃഗത്തോടും മനുഷ്യനോടും നാൽക്കാലിയോടും പറവയോടും ഉപമിക്കരുതെന്ന്. അങ്ങനെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആത്മീയ സത്യാരാധനയല്ല, പരിശുദ്ധാത്മാവിനെ പ്രാവിന്റെ കുഞ്ഞാക്കി വിഗ്രഹാരാധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ തുറന്നു പറയാം, നിങ്ങളുടെ സകല എംബ്ലത്തിലെ പ്രാവിനെ ഇന്ന് പറത്തി കളഞ്ഞോണം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അകത്ത് ഒരു ദൈവ സ്വഭാവത്തിനകത്ത് ഒരു അമ്മയെ പോലെ ആശ്വസിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ചാടിത്തുള്ളിയവരോട് ഞാൻ പറയാം, നിന്റെ വിഗ്രഹാരാധന അവസാനിപ്പിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ വായിക്കുമ്പോ നല്ലതായിട്ട് വായിക്കത്തില്ല. അവിടെ എഴുതി വെച്ചേക്കുന്ന പ്രാവ് വന്നെന്നല്ല, അന്നോ പ്രാവെന്ന ദേഹരൂപത്തിൽ വന്നെന്ന. പ്രാവിന്റെ ഇറങ്ങി വരുമ്പോ പ്രാവിനൊരു ദേഹരൂപമില്ലേ? ഇനി ഞാൻ പ്രാവിനെ കൊണ്ടുവന്ന് കാണിക്കാം. സ്തോത്രം. ആ രൂപത്തിൽ ഇറങ്ങി വന്നു. ഓക്കെ. അപ്പൊ എവിടാ സ്വർഗം തുറന്നേ? സ്വർഗം എവിടെ? 1000 കോടി വാനഗോളങ്ങളെ അങ്ങ് മുകളിലാണ് തുറന്നത്.
അവൻ പ്രാവെന്ന് പറഞ്ഞ സാധനം ഇറങ്ങി വന്നത് ഒന്ന് കോട് അവിടെ നിന്നാണ്. ആരും മിണ്ടുന്നുമില്ലല്ലോ. അല്ല, അവിടുന്ന് ഈ പ്രാവ് ഇറങ്ങി എത്ര സമയം എടുക്കും? എവിടായി സ്വർഗം? എല്ലാരും ഒന്ന് കൈ ഉയർത്തിക്കേ. ഈ തൊടുന്നോളി പോയി കൈ ഉയർത്തുന്നില്ലേ? നല്ലോട്ട് ഉയർത്ത്. നിന്റെ തലയിലല്ല സ്വർഗം. നല്ലപോലെ ഒന്ന് ഉയർത്തിക്കേ. നീ ഇപ്പൊ കൈ തിരിച്ച്, യു ആർ ടച്ചിങ് ഹെവൻ. ഒരു സ്വത്രം നോക്കാൻ പറ, യു ആർ ടച്ചിങ് ഹെവൻ. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു മണ്ഡലമുണ്ടെങ്കിൽ അതാണ് എന്റെ ദൈവത്തിന്റെ സ്വർഗം. അതാണ് സ്വർഗം. പിണങ്ങരുത്. ഇനിയിപ്പോ സ്വർഗം എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് വരും. സ്വർഗം എന്ന് പറഞ്ഞാൽ കൈകൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ തൊടുന്ന സ്ഥലമാണ്. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അദർശ്യ ലോകം. യു ആർ ലിവിംഗ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. ചേർന്ന് വരാം. ലിവിംഗ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയ സ്വർഗം, ഭൂമി. സ്വർഗം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, മനസ്സിലാക്കി തരാം. ഈ ഭൂമി കാണാൻ പറ്റുന്നു. സ്വർഗം കാണാൻ. അപ്പൊ എന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തതാണ്. ശരി, ഇനി അടുത്തൊരു വാക്യത്തിലേക്ക് വന്നേ. ഈ വാക്യത്തെ വിശദീകരിക്കാൻ വേണ്ടി പോവാം. എബ്രായർക്ക് എഴുതിയ ലേഖനം ഒന്നെടുത്തു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് പോവാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നോക്കിയേ. വിശ്വാസം എന്നതോ, പതുക്കെ വായിക്കണേ മോനെ, ഓടി വായിക്കാത്തത് മനോരമ പോലെ തോന്നും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ, ഒരു മിനിറ്റ്, ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അടുത്തത്, അതിനാലല്ലോ ബൈബിൾ കൊണ്ടുവന്നിട്ട് ചുമ്മാ വായൊക്കെ വെറുതെ ഇരിക്കുന്നത്. ഒന്ന് വായിച്ചോ, കൂടെ വായിച്ചു, കുഴപ്പമില്ല. ഈ കാണുന്ന ലോകത്തിന് എല്ലാവരും എന്റെ കൂടെ ഒന്ന് വായിച്ച പറ്റി. ബാക്കി എല്ലാവരും ചേർന്ന് വായിച്ച. ഈ കാണുന്ന ലോകത്തിന്, എല്ലാരും പറ, ഈ കാണുന്ന ലോകത്തിന്, ശബ്ദത്തിൽ പറയില്ല, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. എല്ലാരും ഉറക്കെ പറ, ദൃശ്യമായതല്ല കാരണം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മാർക്കർ, ഈ വൈറ്റ് ബോർഡ് മാർക്കർ, this is created from some visible matters. Is it right? Plastic ഉണ്ട്, I think aluminium metal ഉണ്ട്, lot of materials are there. ദൃശ്യമായ ഒരു പല സബ്സ്റ്റൻസിൽ നിന്നാണ് ഈ കാണുന്ന പെൻ ക്രിയേറ്റഡ് ആയത്. പക്ഷെ ദൈവം പറയുന്നു, ഈ കാണുന്ന മൊത്തം പ്രപഞ്ചം, എവ്രിബഡി ലിസൺ, ഈ കാണുന്ന മൊത്തം പ്രപഞ്ചം ഉണ്ടായി വന്നത് വായിച്ചേ, ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. ഓ, എല്ലാരും നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയുക, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതിനെ പോലെ ഉളവാക്കുന്ന ദൈവമേ. എല്ലാരും നോക്കി എന്റെ കൂടെ വാ. ഇതിനകത്ത് ആരാ ഈ ക്രൂസൈഡ് നടത്തുന്നത്? ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ ക്രൂസൈഡ് നടക്കുന്നു. ആമേ. അമ്മ ഓൾട്ടർ കോൾ കൊടുക്കുവാണ്. അമ്മച്ചിയൊക്കെ രക്ഷിക്കപ്പെടാൻ ജില്ല വിളിച്ചതാണ്. ദയവായിട്ട് അവരുടെ ഓൾട്ടർ കോൾ അനുസരിക്കുകയും കൈകൾ ഉയർത്തി സമ്മതിക്കുകയൊക്കെ ചെയ്യും. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ. കാരണം എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഗ്രൂപ്പ് ഈ പിള്ളേരാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രപഞ്ചത്തിലെ ഏക ഗ്രൂപ്പാണ് ഈ ഓടി നടക്കുന്നത്. പക്ഷെ സഹായത്തിന് മാത്രം കൊള്ളില്ല. സഹായത്തിൽ അവന്മാരാണ് വില്ലന്മാർ. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എന്ത് എല്ലാം പുറകിലാക്കിയില്ല. അവിടെ ഉണ്ടാ വെരി ഗുഡ്. ഇങ്ങനെ പിരിവിരിപ്പ് കൂടുതലെല്ലാം ബാക്കി പോകും. അവർക്ക് നല്ല സ്പെഷ്യൽ മരുന്ന് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും പറയാം, ലോകത്തിന്, ദിസ് ഈസ് വെരി ഗുഡ്, ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. അവർക്ക് പറഞ്ഞേ, ഞാനിതൊന്ന് മനസ്സിലാക്കി കൊണ്ടുവരാനുള്ള എന്റെ ബന്ധപ്പാട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. എനിക്ക് വേണം ചിലവറാന്ന് പറഞ്ഞിട്ട് പോകാം. ഈ കാണുന്ന ലോകം എന്തോ ലോകം ഇഷ്ടം, ഭൂമി തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്താണ്. ഈ കാണുന്ന പ്രപഞ്ചം മൊത്തം വന്നത്, ഈ കാണുന്നത് ഫുള്ള്
വന്നത് ദൃശ്യമായതിൽ നിന്ന് അല്ല. നമ്മൾ പറയും ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഇല്ല. അങ്ങനെ ഒരു ചിന്ത വേണ്ട. ദൈവത്തിന് ഇല്ലാത്തതൊന്ന് ഇല്ല. ദൈവത്തിന് ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം ദൈവത്തിനുണ്ടോ? അങ്ങനെങ്കിൽ ദൈവവും കുറവുള്ളവനാകില്ലേ? അപ്പൊ ബാക്കി ഇപ്പൊ തപ്പും. റോമർ 4:17 BS അച്യുതാനന്ദൻ. 4:17 ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ. അത് ആരുടെ കോൺസെപ്റ്റാ ദൈവത്തെ കുറിച്ച്? അബ്രഹാമിന്റെ ദൈവത്തെ കുറിച്ച്. പക്ഷെ ദൈവത്തിന്റെ കോൺസെപ്റ്റിൽ ഇല്ലാത്തതൊന്ന് ഇല്ല. എന്തെങ്കിലും ഒരു കുറവ് ആ ആളിലുണ്ടെങ്കിൽ ആ ആൾ എന്തല്ല? നമുക്ക് കാണുന്നില്ലെന്ന് വെച്ച് ദൈവത്തിനില്ലെന്നല്ല, ദൈവത്തിനെല്ലാം ഉണ്ട്. സ്തോത്രം. ദൈവത്തിലെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് പുതിയതൊന്നിനെ സൃഷ്ടിക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ സൃഷ്ടിക്കുന്നെങ്കിൽ അത് നമുക്ക് മാത്രമാണ് സൃഷ്ടി. അത് ദൈവത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. നിനക്കൊരു വിടുതലും നിനക്കൊരു പ്രൊമോഷനും നിനക്കൊരു വഴിയും നിനക്കൊരു വാതിലും പുതിയതായിട്ടുണ്ടാക്കി തരേണ്ട ആവശ്യം ദൈവത്തിനില്ല. ദൈവത്തിൽ ഇത് ഓൾറെഡി ഉണ്ട്. ഇക്കാണുന്ന പ്രപഞ്ചം അദൃശ്യമായതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. എല്ലാവരും പറ, ആദർശ്യമായതിൽ നിന്ന്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നു. നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ. ഇത്രയും 10, 75, 80 കിലോയ്ക്ക് അടുത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാണാൻ പറ്റുന്നു. കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കും തോറും കൂടുന്നു. കഴിക്കാറേ ഇല്ലിപ്പോ, എന്നിട്ടും കുറയുന്നില്ല. എന്താ മാജിക്? ഐ ഡോണ്ട് നോ. ഇല്ലാത്തിൽ നിന്ന് എന്തൊക്കെയോ ഉണ്ടായി വരുന്നെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ. കഴിക്കുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുന്ന അവൻ വാചം അടിച്ച്. നീ എത്ര കഴിച്ചാലും ഇങ്ങനെ ഇരിക്കുന്നുള്ളത് കാലം തെളിയിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ നന്നാവുന്ന ഞാൻ വിചാരിച്ചു. അപ്പോഴും അവ നിങ്ങൾ ഇനി ശ്രദ്ധിക്കും. നിങ്ങളുടെ എല്ലാം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ. ശരി. ജോൺ ലോറൻസ് എന്ന ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ആൻഡ് ക്വാഡ്രില്യൺസ് ഓഫ് ആറ്റം കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? അപ്പം ഫുള്ള് ഈ ആറ്റം എല്ലാം കൂടെ ചേർന്നപ്പോൾ ആരായതാ? ജോൺ ലോറൻസ്. ആറ്റത്തെ കാണാൻ നിനക്ക് പറ്റുമോ? കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കാണാൻ പറ്റാത്ത അദൃശ്യമായ ആ കണികയിൽ നിന്നാണ് ദൃശ്യമായത് ഉണ്ടായി വന്നത്. മനസ്സിലായി? എന്റെ ശരീരത്തെ ഫുൾ അങ്ങ് ഇത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ ഒരു പഠനം നടത്തിയപ്പോൾ ഞാൻ സഹോദരന്മാരോട് പറയായിരുന്നു. ഞാനിപ്പോ ക്വാണ്ടം ഫിസിക്സ് പഠിച്ചോണ്ടിരിക്കുക. ക്വാണ്ടം ഫിസിക്സ്, QUANTUM, ക്വാണ്ടം ഫിസിക്സ്. എന്തിനാ ഇത് പഠിക്കാൻ പോയെന്ന് ചോദിച്ചാൽ, ഈ ഇപ്പോഴത്തെ പഠിപ്പീര് തന്നെ ഫിസിക്സ് പഠിപ്പിക്കാൻ വിടുക. ഹല്ലേലൂയ. ഫിസിക്സ് ക്ലാസ്സിൽ മൊണ്ണയായ പിള്ളേരെ ഒന്നും എന്റെ അടുത്ത് വിളിച്ചു കേട്ടേക്കുന്നത്. എനിക്ക് ഫിസിക്സ് അറിയത്തില്ല. ആമേ. ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ് പഠിച്ചാൽ പോയപ്പോൾ ചുമ്മാതെ ഞാൻ ഇപ്പൊ ദൈവത്തെ കുറിച്ചൊക്കെ പഠിക്കാൻ പോയപ്പോൾ സയൻസിലേക്ക് പോയി. കാരണം സയൻസും കർത്താവിന്റെ വചനവും തുല്യമാണ്. ആരാമേ പറ. അടികൂടണ്ടാത്ത ഏക ഗ്രൂപ്പ് സയൻസും ദൈവവും. അതുകൊണ്ട് വിവരമുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞു ദൈവം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ദൈവം ഇല്ലെന്ന് പറയുന്നവരെ ദൈവം ഇട്ടിരിക്കുന്ന പേര് മിസ്സിസ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഫൂൾ. ഒരു ഫൂളിന് മാത്രമേ ദൈവം ഇല്ലെന്ന് പറയാൻ. സോ ഞാൻ ഈ ക്വാണ്ടം ഫിസിക്സ് പഠിച്ചപ്പോ, ക്വാണ്ടം ഫിസിക്സ് പഠിച്ചെന്നില്ല കേട്ടോ, കുറച്ച് പഠിക്കാനായിട്ട് ഇപ്പൊ കയറി ഒരു 10-15 പുസ്തകമൊക്കെ വാങ്ങിച്ച് എല്ലാം ഇരിപ്പുണ്ട്. ആമേൻ.
പഠിക്കുന്നതിനനുസരിച്ച് പറഞ്ഞുതരാം. ചെവി ആത്മാവ് പറയുന്നത് ചെവി ഉള്ളവൻ കേൾക്കണം എന്ന് പറഞ്ഞ പോലെ മനസ്സിലാകുന്നവർ ചെവി ഉള്ളത് കേൾക്കുക. ഓക്കെ. ക്വാണ്ടം ഫിസിക്സിന്റെ പ്രത്യേകത, ക്വാണ്ടം ഫിസിക്സ് പറഞ്ഞുതരാം. ആറ്റത്തിന്റെ താഴെയുള്ള സബാറ്റോമിക് സ്റ്റഡിയാണ്. സബാറ്റോമിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആറ്റത്തെ എന്ത് ചെയ്യാൻ പറ്റും? വിഭജിക്കാം. എന്തൊക്കെയാ? പ്രോട്ടോൺ എന്നും ന്യൂട്രോൺ എന്നും. എന്റെ ദൈവമേ, ഇന്നത്തെ സഭായത്തിന് എന്തുവായിരുന്നു? പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ പഠിച്ചടേ. ഇതിനേക്കാൾ ഞങ്ങൾ അവിടെ കാണാം. അവിടെ നിന്ന് ഏരിയാവെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം ദാവീദെങ്കിലും അവിടെ കേൾക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്തുവായി? പ്രോട്ടോണും ഇലക്ട്രോണും അദൃശ്യമായ ദൃശ്യമായ ആറ്റം ആകെ. മനസ്സിലാക്കിയത്? ഇതൊക്കെ ബൈബിൾ ഇങ്ങനെ തെളിയിക്കാൻ പറ്റും. അല്ലാതെ അദൃശ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സായിബാബയുടെ ഇതല്ല. ഇത് തെളിയിക്കണമെങ്കിൽ എവിടെ പോകണം? ഇതിന് ദൈവം കൊടുത്തേക്കുന്നത് ഞാനിത് പോയാൽ പറ്റത്തുള്ളൂ. സോ എംപയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ട് ന്യൂയോർക്കിൽ. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എത്ര വലിപ്പം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഭയങ്കര ഹൈറ്റ് ഉള്ളൊരു, ഞാനത് അവിടെ പോയി കണ്ടില്ല. ന്യൂയോർക്കിലല്ലേ കാണാൻ പറ്റിയില്ല. എവിടെയുണ്ട്? യുഎസിലുണ്ട്. എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്. നമ്മുടെ ഓരോ ആറ്റത്തിനകത്ത് എന്താ? ഓരോ ആറ്റത്തിലും, എല്ലാരും കേൾക്കണേ, എന്തോ ഇപ്പൊ പറഞ്ഞത്? ഇവിടെ ഉണ്ടായിരിക്കണം. അല്ല, ബോണ്ടയല്ല ഇത്, ആറ്റം. ഓരോ ആറ്റത്തിനും ന്യൂക്ലിയസ് ഉണ്ട്. എന്തോന്ന്? ന്യൂക്ലിയസിന് ചുറ്റും എന്ത് കറങ്ങാണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണും പ്രോട്ടോണും ഇങ്ങനെ കറങ്ങണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് എന്ത് വേണം? സ്പേസ് വേണം. ഒക്കെ പറ. അപ്പൊ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ അണുവിന്റെ അകത്ത് എന്തുണ്ട്? ഒരു സ്പേസ് ഉണ്ട്. സ്പേസ് ഉണ്ട്. എല്ലാ ആറ്റത്തിന്റെ അകത്തും ഇലക്ട്രോണുകൾക്കും പ്രോട്ടോണുകൾക്കും ന്യൂട്രോണുകൾക്കും യഥേഷ്ടം ഇങ്ങനെ കറങ്ങാൻ പറ്റുന്ന നിലയിൽ ന്യൂക്ലിയസിൽ നിന്ന് ഈ സബാറ്റോമിക് കണ്ടന്റിലേക്കുള്ള ദൂരം, അതായത് ഈ എംപ്റ്റീനെസ് എന്തുണ്ട് എല്ലാ സിംഗിൾ ആറ്റത്തിലും. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞൊരു കാര്യമാണ്, ഞാനല്ല, ശാസ്ത്രം പഠിപ്പിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, എംപയർ സ്റ്റേറ്റ് എന്ന ബിൽഡിങ്ങിന് അതിനകത്തെ ആറ്റത്തെ മൊത്തം എടുത്ത് സ്പേസ് കളഞ്ഞാൽ, ആറ്റത്തിന്റെ സ്പേസ് അങ്ങ് എത്രായിരം ആറ്റം ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, 900,000 ആറ്റം. I don't know exactly how much will be there. So huge building. ആ ബിൽഡിങ്ങിനകത്ത് ഓരോ ആറ്റത്തിന്റെയും സ്പേസ് കളയാം. സ്പേസ് കളയാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കസേര ഇട്ടിരിക്കുന്നു, രണ്ടിനെ സ്പേസ് ഒന്ന് അടുപ്പിച്ചാൽ അടുത്തൊരാൾക്ക് സ്ഥലം കിട്ടത്തില്ലേ? ചില ഒന്ന് ഒതുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിനക്കും അതിന് ഇടയ്ക്ക് സ്പേസ് ഉണ്ടെന്ന് ഒതുങ്ങി ഇരുന്ന വേറെ കൂടെ. അപ്പൊ ഈ ആറ്റത്തിനകത്ത് സ്പേസ് കളയുക. ആറ്റത്തിനകത്ത് സ്പേസ് കളഞ്ഞാൽ അവർ പറഞ്ഞത്, സയൻസ് പറഞ്ഞത്, എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിനെ അതിന്റെ ആറ്റത്തിനകത്തെ സ്പേസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ് അതിനെ കംപ്രസ് ചെയ്താൽ ആറ്റോം എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഒരു അരിമണിയുടെ അത്രയാവും. ചുമ്മാതെങ്കിലും വാ ഒന്നും പറ. തിരുവനന്തപുരത്തിന് എന്ത് നിങ്ങൾ ഹെവൻലി കൾച്ചറിൽ വാ വാ. ഈ ഇടയ്ക്കാണ് സ്കൂളിൽ പോയായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഫുൾ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിനെ ഫുൾ ആറ്റത്തിനകത്ത് വാക്കം ഇല്ലാതാക്കിയാൽ, ആറ്റത്തെ മാത്രം അതിനകത്ത് കംപ്രസ് ചെയ്ത് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം കംപ്രസ് ചെയ്ത് വാക്കം എംപ്റ്റി ചെയ്താൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ബിക്കം എ അരിമണിയുടെ അത്രയാവും. പക്ഷെ ഈ അരിമണിയുടെ വെയിറ്റ് thousands and hundreds and thousands of pound ആയിരിക്കും. അതിന്റെ വെയിറ്റ് ഇപ്പോൾ ഉള്ള ബിൽഡിങ്ങിന്റെ വെയിറ്റും സൈസ് എത്രയാവും? ഭയങ്കര പാടാ കൂടി ചിന്തിക്കാൻ. ഇങ്ങനെ പഠിപ്പിക്കുന്ന സബാറ്റോമിക് ലെവൽ പഠിപ്പിക്കുന്ന പഠിപ്പീരാണ് ക്വാണ്ടം ഫിസിക്സ്.
ക്വാണ്ടം ഫിസിക്സ് പറയുന്നു ഈ കാണുന്ന മൊത്ത പ്രപഞ്ചത്തെയും നമുക്ക് ഇല്ലാതാക്കാം. എങ്ങനെ ആക്കാം? ഇതിനെ പാർട്ടിക്കിളാക്കി മാറ്റിയാൽ, ഇതിനെ ആറ്റമായിട്ട് ഡിവൈഡ് ചെയ്താൽ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യർക്ക് ഇതിനെയൊന്നും കാണാൻ പറ്റില്ല. ഉറക്കെ പറ, പറ്റില്ല. ഇനിയാണ് ഈ ബൈബിൾ പഠിക്കേണ്ടത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മെ ഒന്നുറക്കെ പറ, കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഉണ്ടോ? കണ്ണിലങ്ങോട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഉണ്ടോ? അനുഗ്രഹം വന്നിട്ടില്ല, ഉണ്ടോ? രോഗശാന്തി വന്നിട്ടില്ല, ഉണ്ടോ? ബാങ്കിൽ 5 പൈസ ഇല്ല, പക്ഷെ വേണ്ട മുഴുവൻ മണി ഉണ്ടോ? വെള്ളിയും പൊന്നും ഉണ്ടോ? ഉറക്കെ പറ, ഉണ്ടെന്ന് പറ. അപ്പൊ എന്റെ കണ്ണിന് കാണാൻ പറ്റുന്നില്ലെന്ന് വെച്ച് ഇല്ലെന്നല്ല. എന്താ ബ്രദർ ഇല്ല, കാണാൻ പറ്റാതെ? മറുപടി പറയാം. അതിന്റെ വൈബ്രേഷൻ വേറെ, ഇതിന്റെ വൈബ്രേഷൻ വേറെ. എന്തോന്ന് വേറെ? ഒന്നുകൂടെ പറ. ഫ്രീക്വൻസി, വൈബ്രേഷൻ. അത് വേറെ ഫ്രീക്വൻസി, ഇത്. ഇപ്പൊ നിങ്ങളെല്ലാം ഒരു ഫ്രീക്വൻസി ഇരിക്കുന്നതുകൊണ്ടാണ് എന്നെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കറിയുമോ അന്യഭാഷ വേറൊരു ഫ്രീക്വൻസിയാണ്? ഹലോ, എല്ലാരും പറ അന്യഭാഷ. അന്യഭാഷ പറയുമ്പോ ജോൺ ലോറൻസ് വേറെ ഫ്രീക്വൻസിയാണ്. ഞാൻ ടൺസ് പറയും. അപ്പം ഫുൾ ഞാൻ ടൺസ് പറയുമ്പോ എന്റെ ഫുൾ ബോഡിയിലെ ആറ്റം വേറൊരു വൈബ്രേഷനിലാവും. മൈക്രോവേവ് ഉള്ളവർ കൈ കൊടുത്തില്ലേ? മൈക്രോവേവ് ഉള്ളവർ, വീട്ടിൽ മൈക്രോവേവ് ഉപയോഗിച്ചിട്ടുള്ളവർ, കേട്ടിട്ട് പോലും ഇല്ലാത്ത പോലെ എന്നെ നോക്കുന്നു. അതെന്തോന്ന് വേവാന്ന്? ആകപ്പാടെ ഉള്ള വേവ് സഹിക്കാൻ വയ്യ പാസ്റ്ററെ, പിന്നെ മൈക്രോവേവ്. മൈക്രോവേവ്, യു നോ ഹൗ, എങ്ങനെയാ മൈക്രോവേവ് ഫംഗ്ഷൻ ആണെന്നറിയോ? ആരോ വിശ്വാസികൾ പറയുന്നുണ്ട് എന്തോ ഫിസിക്സ് ഭൂതം തലേ കയറിയതാന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു ഗ്ലാസ് ഒരു വെള്ളം മൈക്രോ ഓവനകത്ത് വെച്ച് അത് ഓൺ ചെയ്ത് ഇത്ര സെക്കൻഡ് മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? തിളച്ചു വരുന്നില്ല. വായ്, എങ്ങനെ സംഭവിക്കും? വേവ് കൊണ്ട്. എങ്ങനെ ഇതിനെ വേവ്, മൈക്രോ വേവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതൊരു ഫോട്ടോണാണ്, ഇതൊരു ലൈറ്റ് അല്ലേ? ഇതൊരു വേവാണ്. അത് വേറൊരു വേവാണ്. ആ വേവിനകത്ത് വെച്ചാൽ എല്ലാം വേഗം. എല്ലാം വേകുന്നത് കൊണ്ടാണ് അതിനെ മൈക്രോ വേവ് എന്ന് പറയുന്നത്. വേവ്. What happened? ചുമ്മാ മനസ്സിലാക്കി, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാതെ തന്നെ ഇനി ബൈബിൾ വായിക്കുമ്പോൾ കുറച്ച് എവിടെ ഇപ്പഴേ ബൈബിൾ വായിക്കുന്നില്ല. മൈക്രോവേവ് ഇല്ലേ? മൈക്രോവേവ് നമ്മൾ അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ വെച്ചാൽ വെള്ളത്തിനകത്ത് എന്തുണ്ട്? വാട്ടർ ഫുൾ മോളിക്യൂൾ അല്ലേ? H2O, ഹൈഡ്രജൻ, 2 ഓക്സിജൻ 1. ആണോ? ഈ വെള്ളം ആയത് എങ്ങനെയാണെന്നറിയാമോ? 2 കാണാത്ത സാധനങ്ങൾ ഒന്നായപ്പോഴല്ലേ? അപ്പൊ ഓക്സിജൻ പറഞ്ഞ് ഞാൻ എന്റെ വഴിക്ക് പോകുന്നു, ഹൈഡ്രജൻ പറഞ്ഞ് അയാളുടെ വഴിക്ക് പോകുന്നു, വെള്ളം കിട്ടുമോ? അങ്ങനെ ഓക്സിജൻ അവന്റെ വഴിക്കും ഹൈഡ്രജൻ അവന്റെ വഴിക്കും പോയോണ്ടാ കുറച്ചു കാലം നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളമില്ലായിരുന്നു. അരുവിക്കാരല്ല, അവര് പോയി. നമ്മൾ അതിനോട് പറഞ്ഞു അത് ഭയങ്കര ഉണക്കാണ്. ചൂടടിച്ചപ്പോ തന്നെ ഇവര് അടിച്ചു പിരിഞ്ഞ് അങ്ങ് പോയി. ആമേ പറ. അത് അങ്ങനെയാണല്ലോ, എവിടെ ചൂട് കൂടിയാലും അടിച്ചു പിരി. അയ്യോ, ഇത് പറഞ്ഞിട്ടെങ്കിലും മനസ്സിലാക്ക്. അപ്പം മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആറ്റംസ് ഉണ്ടല്ലേ? വാട്ടറിനകത്ത് H2O എന്ന് പറയുന്ന ഈ അണു. ഹലോ, എന്നെ ഒന്ന് നോക്ക്, സൂക്ഷിച്ചു നോക്ക്, തുറിച്ചു നോക്ക്. H2O എന്ന് പറയുന്ന ആ മോളിക്യൂൾ വെള്ളത്തിനകത്ത് മൊത്തം, അതാ വെള്ളം. ഈ മൈക്രോവേവ് എന്ന് പറയുന്ന ആ വേവ്, ഇത് വേറെ ഫ്രീക്വൻസിയാണ്. ഈ വേവ്, ഈ എനർജി ഈ മോളിക്യൂളിനകത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോ ഈ മോളിക്യൂൾ നേരത്തെ തക്ക കൂടുതൽ വൈബ്രേറ്റ് ആവും. നേരത്തെ തക്ക നിങ്ങൾ കൂടുതൽ വൈബ്രേറ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ നിർത്താം. കൂടുതൽ വൈബ്രേറ്റ് ആവുന്ന പറഞ്ഞാൽ നേരത്തെ ഇങ്ങനെയാ പോകുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കറിയുമോ, ഫാൻ കുറെ നേരം കറക്കിയിട്ട് മോട്ടറിന് തൊട്ട് നോക്ക്, ചൂടാവും. അപ്പൊ ഈ ഒരു എക്സ്റ്റേണൽ എനർജി അങ്ങോട്ട് അപ്ലൈ ചെയ്ത് നിലവിലുള്ള ഫ്രീക്വൻസി കൂട്ടിയപ്പോ വാട്ടർ മോളിക്യൂൾ എന്തായി?
ചൂടായി 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 ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി. തിളപ്പിച്ചത് ആരാ? ഈ വേവ. ഒരു എക്സ്റ്റേണൽ എനർജി ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്തപ്പോ ഈ മോളിക്യൂൾസ് എക്സ്ട്രാ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ ചൂടുണ്ടായി. നിങ്ങൾക്കറിയാമോ വചനം ഒരു വേവാണ്. യേശു പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ടോ? വിശ്വസിക്കുന്നവൻ, ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിക്കുന്നവൻ ഈ മലയോട് നീങ്ങി, വിശ്വാസം ഉണ്ടെന്ന് ഉറക്കെ പറയുന്ന കൂടെ, ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. That means faith is another energy. ഒരു ആമേൻ പറ. വിശ്വാസം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അത് നീ നിന്റെ ഇമ്പോസിബിലിറ്റി അപ്ലൈ ചെയ്താൽ ഇമ്പോസിബിലിറ്റി പോസിബിൾ ആയി മാറും. ആമേൻ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. അസാധ്യമായ മേഖലയ്ക്കകത്ത് സ്വർഗീയമായി ലഭിച്ച വിശ്വാസത്തിന്റെ വേവ് ഉപയോഗിച്ചാൽ ഇല്ലാത്ത വഴികൾ തുറന്നു വരും, കാണാത്ത പാതകൾ തുറന്നു വരും, അസാധ്യങ്ങൾ സാധ്യമാകാൻ പോവുകയാണ്. I already told you this all universe are connected with God. Hallelujah പറയുന്നുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചം മൊത്തം ദൈവത്തിന് ദൂരെയല്ല, ഇത് മുഴുവൻ ദൈവത്തിന്റെ അകത്താണ്. ദൈവത്തെ കൂടാതെ ഇതിലെ ഒരണുവിന് ജീവിക്കാൻ പറ്റില്ല. ദൈവത്തെ കൂടാതെ ലൂസിഫറിന് പോലും ജീവിക്കാൻ പറ്റില്ല. ആമേൻ. പെടങ്ങായിരിക്കൊക്കെ പറയാം. ഈ ലൂസിഫറിനെയും പോറ്റുന്നത് ആരാ? നിന്റെ വീട് കൊള്ളയടിക്കാൻ വന്നവന്റെ ശ്വാസം ആര് കൊടുത്തതാ? തമ്പുരാൻ പോറ്റ. തമ്പുരാൻ പോറ്റിയിട്ടാണ്, തമ്പുരാന്റെ ശ്വാസവും വായിച്ച് വിട്ടിട്ടാണ് അവൻ എവിടെ വരുന്നത്? നിന്റെ വീട് മോട്ടിക്കാൻ വരുന്നത്. അപ്പൊ ദൈവത്തെ കൂടാതെ ഈ ഭൂമിയിൽ ആർക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ കാണുന്ന പ്രപഞ്ചം മൊത്തം ദൈവം എവിടെ നിന്നുണ്ടാക്കിയെന്ന? ഇനിവാ എവിടെ നിന്നുണ്ടാക്കിയെന്ന? അദർശ്യമായ ലോകത്ത്. കരങ്ങൾ നേരത്തെ പറഞ്ഞ അദർശ്യമായ ലോകം. അദർശ്യമായ ലോകം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഇതെല്ലാം എവിടെ ഉണ്ട്? കരങ്ങൾ നേരത്തെ പറ, ഇതെല്ലാം വെളിയിലുണ്ട്. ഉറക്കപ്പറ. എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റാത്ത ഒരു തലത്തിൽ നിങ്ങളുടെ മുഴുവൻ ബ്ലെസ്സിംഗും കിടക്കുക. നിങ്ങളുടെ സമ്പത്ത് അവിടെ കിടക്കുക, നിങ്ങളുടെ ബിസിനസ് അവിടെ കിടക്കുക. അത് വിശ്വസിക്കുന്ന രാമൻ പറയണം. നിങ്ങളുടെ പ്രൊമോഷൻ അവിടെ കിടക്കുക, നിങ്ങളുടെ ഉയർച്ച അവിടെ കിടക്കുക, നിങ്ങളുടെ കുടുംബം അവിടെ കിടക്കുകയോ. Whatever you want is there in the supernatural. വിളിച്ചു വരുത്താൻ പോകരുത്. എത്ര പേർ വിശ്വസിക്കുന്നു വിളിച്ചു വരുത്തുമെന്ന്? ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്ന ഉറപ്പുള്ള പേരുണ്ട്. സ്വർഗത്തിലെ മുഴുവൻ അനുഗ്രഹം കൊണ്ട് എന്നെ അനുഗ്രഹിച്ചെങ്കിൽ അത് മുഴുവനെയും വിളിച്ചു വരുത്താൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈകളൊന്ന് അടിച്ച് യേശുവിനെ ആരാധിക്കാൻ തയ്യാറാണ്. പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു പിച്ചക്കാരന്റെ സ്പിരിറ്റ് അല്ലിത്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ. ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെ ആരോടും പറയരുത്. ഒരൊറ്റയൊന്നും പ്രാർത്ഥിക്കത്തില്ല. എന്താണ് തെളിവ്? ഞാൻ പ്രാർത്ഥിക്കാറില്ല. എന്റെ അടുത്ത് വന്നാൽ ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഫോണിലൊക്കെ എത്തില്ലേ, ചുമ്മാതാ വെച്ചതോടെ വെപ്പ് വെച്ചതാ. ഞാൻ ഉള്ളത് സത്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കള്ളന്മാര് വേറെ കാണുമായിരിക്കും. ഞാൻ ഉള്ളത് സത്യം പറഞ്ഞു. പിന്നെ എന്റെ അടുത്ത് വന്നാൽ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ പ്രാർത്ഥിക്കും. ഓർമ്മ വന്നാൽ പ്രാർത്ഥിക്കും. യേശുവിനോട് പറയാ പ്രാർത്ഥിക്കണം. രവയാന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കണ്ണാടിയൊക്കെ ഓർമ്മ വരികയും ആ മെലിഞ്ഞ ശരീരം എനിക്ക് ഓർമ്മ വരികയും ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. രവയാന്റി എന്നൊക്കെ വലിയ തമാശ അടിക്കുന്ന ആൾ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. റിമെമ്പർ ജോൺ ബ്രദർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വെച്ചിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളെ വിട്ട് ദൂരെയല്ല, കയ്യെത്തിപ്പിടിക്കാൻ ദൂരത്തിലാണ് ഈ അനുഗ്രഹം മൊത്തം നിൽക്കുക. ഒരു ഹല്ലേലൂയ പറയണം. ഏതോ എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്വർഗത്തിലല്ല ഇതിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത നിങ്ങളുടെ അന്തരീക്ഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ശ്വാസം വിടുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഹല്ലേലൂയ. ശ്വാസത്തിന്റെ വാ തുറന്ന് ഇന്ന് രാത്രി അതിനെ പിടിച്ചു വാങ്ങുന്ന വിശുദ്ധന്മാർക്കായി സ്തോത്രം. ശബ്ദവർക്ക് ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞു. ഹാപ്പി പീപ്പിൾ എല്ലാവരും ആദർശ്യമായത്
അപ്പൊ സത്യത്തിൽ എന്തോ സംഭവിച്ചത്? മുഴുവൻ ബ്ലെസ്സിങ്ങും വേറൊരു കോഡിലിട്ടേക്കുക. ചില നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ചിലത് കയറിയ ചിലതിനകത്ത് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ആൾ എന്തിട്ടേക്കുക? പാസ്വേഡ്. ഉറക്കെ പറഞ്ഞേ. നമ്മള് 1 2 3 മമ്മി 333 ഗ്രേസ് 555 ജോൺ ലോറൻസ് 5 എല്ലാം അടിച്ചിട്ട് എന്ത് വരുന്നില്ല? ഓപ്പൺ ആവും. എന്നിട്ട് എന്തുവാടി പാസ്വേഡ്? അവർക്ക് പോലും പാസ്വേഡ് അറിയത്തില്ല. ചിലരാണെങ്കിൽ ചിലർ പാസ്വേഡ് ഇട്ടേക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ഭൂമിയിൽ ഒരു ഹാക്കറിനും അത്. അപ്പൊ സ്വർഗത്തിലെ തമ്പുരാൻ എന്ത് ചെയ്തേക്കുക? ഈ ബ്ലെസ്സിങ്സിനെ ഒക്കെ പിടിച്ച് എവിടേക്കുക? വേറൊരു കോഡിലാക്കി. വേറൊരു കോഡിലാക്കി മറച്ചിട്ടേക്ക് നമ്മുടെ കണ്ണിനപ്പുറത്താ. ആമേൻ പറ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാലിനെയൊക്കെ പിടിച്ചു വരുത്തുന്ന, കണ്ണിനെയൊക്കെ ഉണ്ടാക്കി വരുത്തുന്ന, സൂപ്പർ നാച്ചുറൽ സൃഷ്ടിക്കുന്ന മിറക്കിൾസ് അല്ല എവിടെ കിടക്കുക? ഇന്ന് ഇവിടെ കർത്താവ് തുടങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് സയൻസ് ക്ലാസ് അല്ല, പക്ഷെ ഇതൊരു മിറക്കിൾ ഡേ ആണ്. ഇല്ലാത്തതിനെ ഉണ്ടാക്കിയെടുക്കുന്ന ദിവസം, അസാധ്യങ്ങളെ വിളിച്ചു വരുത്തുന്ന ദിവസം, കണ്ടിട്ടില്ല പക്ഷേ യേശുവിന്റെ നാമത്തിൽ അതിനെ പിടിച്ചു വരുത്തുന്ന ദിവസമാണ്. വിശ്വസിക്കുന്നവരുടെ ആർപ്പിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മൾ എന്തുവരെ അന്വേഷിക്കാൻ പോകുകയല്ല, ഇത് ഉണ്ടെന്ന് മനസ്സിലാക്കി വിളിച്ചു വരുത്താൻ പോകുക. എന്തുകൊണ്ട് വിളിച്ചു വരുത്താം? നമ്മുടെ ദൈവം അങ്ങനെയാണ്. നമ്മുടെ ദൈവം സൂര്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ എന്തുണ്ടായി? എന്തുകൊണ്ടുണ്ടായി? സൂര്യനല്ല എവിടെ ഉണ്ടായിരുന്നു? അദൃശ്യ ലോകത്തിലുണ്ടായിരുന്നു, സ്വർഗത്തിലുണ്ടായിരുന്നു. പറ, ഫുൾ സ്വർഗത്തിൽ എന്തുണ്ട്? സൂര്യനെ ഉണ്ടാക്കാനുള്ള വേ ഉണ്ട്, അണുണ്ട്. പറഞ്ഞപ്പോഴേ ഇതെല്ലാം കൂടെ ചേർന്ന് എന്തായി മാറി? അടുത്ത ചോദ്യം. ഇനി അടുത്തൊരു പ്രധാന കാര്യം പറയുമ്പോ ഇത് ഞാൻ വീണ്ടും വിശദീകരിക്കാം. വേണമെങ്കിൽ വീണ്ടും വിശദീകരിക്കാം. വേണമെങ്കിൽ വീണ്ടും വിശദീകരിക്കാം. ക്വാണ്ടം ഫിസിക്സിനകത്ത് ഒരു ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ട്രൂത്ത് ഇവര് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, അറ്റോമിക് എന്തോ സബ് ആറ്റോമിക് ലെവൽ ആറ്റത്തിനൊക്കെ താഴെ സ്ട്രിംഗ് തിയറി, ക്വാർക്സ് തിയറി. ഈ ക്വാണ്ടം ഫിസിക്സിനകത്ത് ഇവർ പറയുന്ന ഒരു ട്രൂത്ത്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് വരച്ച് കാണിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ചുമ്മാ നോക്കിക്കോ. ഇതാണ് മോളിക്കൂൾ. ചുമ്മാ ഇതിനകത്തോട്ട് ഇങ്ങനെ ആര് കറങ്ങുക? ഈച്ച കറങ്ങല്ല. ഇതിനകത്തൊരു നമ്മുടെ ഈ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം കൂടെ, ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഇതിനകത്ത് ഇങ്ങനെ കറങ്ങുക. ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. ഇവര് സയന്റിസ്റ്റ് പറഞ്ഞൊരു കാര്യം, ഇതാണ് ഇത് ന്യൂക്ലിയസ് അപ്പം സൈഡിലായി പോയി. ഓക്കെ, ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്തോണ്ടിരിക്കുക? പക്ഷെ അവര് പറയുന്നത് ഇതിങ്ങനെ കറങ്ങുക അല്ല, ഇത് ഈ ന്യൂക്ലിയസിന്റെ ചുറ്റും ഒരു ക്ലൗഡ് പോലെയാണ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം പോലെയാണ്. ഇത് ആക്ച്വലി എന്തുപോലെയാണ്? മേഘം പോലെ ഇങ്ങനെ സ്പ്രെഡഡ്. ബട്ട് സംബഡി ഒബ്സർവ്, ഇവർ പറഞ്ഞെങ്ങനെയാ? സംബഡി ഒബ്സർവ്, ഏതെങ്കിലും ഒരാൾ അതിനെ ഒബ്സർവ് ചെയ്താൽ ദാറ്റ് മൊമെന്റിൽ ദിസ് ഓൾ ഇലക്ട്രോൺസ്, പ്രോട്ടോൺ, ന്യൂട്രോൺസ് ചലനം നിൽക്കും. ഇതിങ്ങനെ എന്തുകൊണ്ടിരിക്കുക? ഇങ്ങനെ പറ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ ചില ഇങ്ങനെ വെരി ഇമ്പോർട്ടന്റ്. എനിക്ക് എന്തിനാ ആറ്റത്തിൽ പോകുന്നത്? ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഫുള്ള് വിഗിളി ഗ്രൂപ്പാണ്. വിഗിളി ഗ്രൂപ്പ്. 2 മാസമായിട്ട് നീ ഇവിടെ വന്നിട്ടില്ലേ? ഫുൾ വിഗിളി കൊണ്ട് വന്നതാണ്. എന്റെ ഈ കുട്ടികള് ഇവിടെ കിടന്ന് ഭയങ്കര ഡാൻസാ, ഞാൻ ശ്രദ്ധിക്കാതിരിക്കുമ്പോ. പക്ഷെ എപ്പോൾ എന്റെ കണ്ണ് അവരുടെ പുറത്ത്, ദിസ് ഈസ് ഹാപ്പനിങ് ടു ദ ആറ്റം. ഡോളേഴ്സ് പഠിപ്പിച്ചല്ല, സയന്റിസ്റ്റ് പഠിപ്പിച്ചു. ഇത് തന്നെയാണ് ഇവിടെ. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ബട്ട് സംബഡി ഒബ്സർവ് ചെയ്താൽ, ആ ഒബ്സർവ് ചെയ്യുന്ന നിമിഷം ഇതിന്റെ ചലനം നിൽക്കും. ഇത് മാറ്ററായി മാറും.
ഒന്നുകൂടെ പറയാം. ഇതിങ്ങനെ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരാൾ അതിനെ ഒന്ന് സൂക്ഷ്മമായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്താൽ, അത് നോക്കുന്ന നിമിഷം സയന്റിസ്റ്റ് പറയുകയാണ് അതിന്റെ ചലനം നിൽക്കുകയും അത് നമുക്ക് കാണാൻ പറ്റുന്ന മാറ്ററായി മാറി. ആ കണ്ണ് പെട്ടാൽ അന്നേരം അത് ആരായി മാറും? കണ്ണ് പെട്ടാൽ മാറ്ററാവും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ the full blessings are here in H cloud. ഉറക്കെ പറ. എല്ലാവരും എന്ത് ക്ലൗഡ് ഉണ്ട്? യൂസിങ് ഐഫോൺ. എവിടെ എന്താ എഴുതിക്കുന്നത്? ഐ ക്ലൗഡ്. ഉറക്കെ പറ. എന്റെ ഐ ക്ലൗഡിൽ 50 or 110 GB ഫോട്ടോസ് ഉണ്ട്. Can you believe? ജോൺ ലോറൻസ്, അനീറ്റ, ഓസ്റ്റിൻ, ഇവാൻ, ഏഡ്രിൻ എന്ന് പറയുന്ന കക്ഷികളെല്ലാം ഈ കാണുന്ന ക്ലൗഡിൽ കിടപ്പുണ്ട്. എന്നെ നോക്കുന്നു. എലിയാവിൻ പുതപ്പടിയുടെ വിശ്വാസം. വേൾഡ് കണ്ടുപിടിച്ചു. വേൾഡ് പറയുന്നു, ജോൺ ലോറൻസ് നിനക്ക് മൊബൈൽ ഇല്ലാലും വേണ്ടിയില്ല, ക്ലൗഡിൽ രജിസ്റ്റർ ചെയ്താൽ അത് അവിടെ കിടന്നോളൂന്ന്. എടാ, ജോൺ ലോറൻസിന്റെ അക്ഷരിക ഫോട്ടോ ഈ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാൻ ഇവിടുത്തെ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് പറ്റുമെങ്കിൽ എന്റെ മുഴുവൻ ബ്ലെസ്സിങ്സിനെ എന്റെ ചുറ്റും ഒരു ആത്മമണ്ഡലം ഉണ്ടാക്കി അതിനകത്ത് കോണാക്കി ഇടാൻ എന്റെ അപ്പത്തിന് കഴിയത്തില്ല. ഇനിയിപ്പോ എന്താ ചെയ്താൽ മതി? കറക്റ്റ് ഡിവൈസ് വെച്ച് ടെക് 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 അത് ഒന്ന് അത് സൈൻ ഇൻ ചെയ്ത് പാസ്വേഡ് അടിക്കുമ്പോഴത്തേന് അവിടെ കിടക്കുന്ന സാധനം മൊത്തം എവിടെ വരും? റീനി വരും. അയ്യോ, ഞാനിത് വാങ്ങിച്ചപ്പോ ഇല്ലായിരുന്നല്ലോ. ഉണ്ട്. സൈൻ ഇൻ ചെയ്തോ? ചെയ്തപ്പോൾ അതെന്തായി? രജിസ്റ്റേർഡ് ആയി, വീണ്ടും ഡൗൺലോഡ് ആയി. അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് പിച്ചിട്ട് പറ, നിന്റെ ഫോട്ടോയെ മേളത്തെ ക്ലൗഡ് മനസ്സിലായില്ല. പറ മേഘം പറ, മേഘത്തിൽ കൊണ്ടിടാൻ മനസ്സിലാവുന്നോടാ ചക്ക. നിന്റെ സകലത്തിനെടുത്ത് മേഘത്തിലിടാൻ ഒട്ടയ്യവന് പറ്റുമെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ രംഗത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഐഫോൺ ഉണ്ടോ? ആർക്കും കൈ ഐഫോൺ ഉണ്ട്. ഐഫോൺ ഞാൻ പറഞ്ഞു മനസ്സിലായി. ഐ ക്ലൗഡ് അല്ലെ? ഐ ക്ലൗഡ്. അങ്ങനെ സ്വർഗത്തിന്റെ ക്ലൗഡിന്റെ പേര് ഞാൻ പറയുന്നു എച്ച് ക്ലൗഡ്. ഉറക്കെ പറ. എച്ച് ക്ലൗഡ്, ഹെവൻലി ക്ലൗഡ്. ഫുൾ ബ്ലെസ്സിങ്സ്. ഉറക്കെ പറ. ഫുൾ ബ്ലെസ്സിംഗ്. അടുത്തിരിക്കുന്ന പറഞ്ഞാൽ തട്ട്, ചിലതിന്റെ തല കയറൂല, തട്ട് കൂട്. എന്നിട്ട് പറ ഫുൾ ബ്ലെസ്സിങ്സ്. പറ ഫുൾ ബ്ലെസ്സിങ്സ്. റംബോളിന്റെ അമ്മേ, ഫുൾ ബ്ലെസ്സിങ്സ്. ഒരു സെറ്റ് പല്ല് വരും യേശുവിന്റെ നാമത്തിൽ. സ്വതന്ത്രം പറഞ്ഞുകൊണ്ട് എവിടെ കിടക്കുക? നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ അവിടെ കിടക്കുക, ക്ലൗഡിൽ കിടക്കുക. ഒന്ന് സൈൻ ഇൻ ചെയ്താൽ മതി, വരുമെന്ന്. എനിക്ക് ആരാണ്ടൊക്കെ കർത്താവ് ഇന്ന് സൈൻ ഇൻ ചെയ്യിപ്പിക്കുക. ആരാണ്ടൊക്കെ ഇതിനകത്ത് ഒബ്സർവ് ചെയ്യാൻ പോകും. കമോ, ഇഫ് സംബഡി ഇതിനകത്തോട്ട് കണ്ണുപെട്ടാൽ അത് അന്നേരം മെറ്റീരിയലിസ്റ്റ് ആയി മാറും. കാണാൻ പറ്റാത്തത് കാണുന്നതായി മാറും. ഇല്ലാത്തത് ഉണ്ടായി വരും. ഒരു ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ കണ്ണിൽ അത് പെട്ടാൽ നിന്റെ സ്വന്തമായി മാറും. അങ്ങനെയാണെങ്കിൽ ഈ അനുഗ്രഹത്തിന്റെ മുഴുവൻ കണ്ണൊന്ന് തുറന്നാൽ കാണാൻ പറ്റിയാൽ വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്വന്തം ചെയ്താൽ ദാരിദ്ര്യത്തിലല്ല നീ, തകർച്ചയിലല്ല നീ, ശൂന്യതയിലല്ല നീ, ബലഹീനതയിലല്ല നീ. Every blessing season in the spiritual realm. ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. വേൾഡ് കണ്ടുപിടിച്ച ഫിസിക്സ് പറയുകയാണ്, if somebody observe this atom, the rotation will become still. ഒബ്സർവേഷൻ മാറിയ വീണ്ടും എന്തുവായി? ഹലോ, വീണ്ടും കിടന്ന് കറങ്ങാൻ തുടങ്ങും. ആരെ നോക്കിയാൽ അത് മാറ്ററായി മാറുകയും ചെയ്യും. എന്താ പറയുക? കാണാൻ പറ്റുന്നതായി മാറും. നോക്കുന്നില്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കും. പറ, അത് സബാറ്റോമിക് ആയിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ അൺസീൻ ആയിട്ട് കിടക്കും. ഒബ്സർവ് ചെയ്താൽ എന്താവും?
ഇത് മറക്കരുത്. ഒബ്സർവ് ചെയ്താൽ അത് സ്റ്റിൽ ആകും, വിസിബിൾ ആകും, ഫിസിക്കൽ ആകും, മെറ്റീരിയലൈസ്ഡ് ആകും. ഗുഡ് ന്യൂസ് കേൾക്കാൻ താല്പര്യമുണ്ട് കേട്ടോ. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്തെ ആത്മമണ്ഡലത്തിൽ ഇരിക്കുന്ന നീ പ്രാർത്ഥനയിൽ ഒന്ന് കണ്ടാൽ, നിന്റെ കണ്ണു പെട്ടെന്നറിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിൽ മിറക്കിളായി മാറാൻ പോകുകയാണ്. Behold, that's what the Bible says. You are a new creation. ക്രിസ്തുവിൽ നീ പുതിയ സൃഷ്ടിയാണ്. സകലതും കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി. Behold, behold. What is the meaning of behold? You are a new creation. നീ ഒരു പുതിയ സൃഷ്ടി. പഴയത് എന്നിട്ട് ഇതാ, ഇതാ. What is the meaning? ഇതാ. Behold, behold എന്ന് പറഞ്ഞാൽ observe. ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞ കണ്ണ് പെടട്ടെ. Watch, be a seer, be an observer. Lift up your head and see. If you see that unseen thing, it is going to come into existence. പുതിയ സൃഷ്ടിയായ നീ തല ഉയർത്തി വല്ലോം കണ്ടാൽ അത് നിന്റേതായി മാറും. അടുത്തിരിക്കുന്നവർ കണ്ടാൽ പിന്നെ നിന്റേതാ. പണ്ട് നാട്ടിൽ തൊട്ടാൽ നിന്റേതായിരിക്കും. പണ്ടൊരു സായിപ്പ് വെള്ളത്തിന് അക്കരയ്ക്ക് പോണം, സായിപ്പിന് അക്കരെ പോണം. അപ്പൊ അവിടെ ഒരു പാവപ്പെട്ട പെണ്ണ് തുണിയും കഴുകിക്കൊണ്ട് നിൽക്കുക. സായിപ്പ് പറഞ്ഞ എന്നെ ഒന്ന് പിടിച്ച്, പാവപ്പെട്ട ഇവക്ക് നീന്താനൊക്കെ ഇവള് സായിപ്പിനെ പിടിച്ചോണ്ട് അവിടെ കൊണ്ടുപോയി അക്കരെ കിട്ടുമ്പോ നാട്ടുകാർ പറഞ്ഞിട്ട്, സായിപ്പേ തൊട്ടില്ലേ, തൊട്ടത് നിന്റേതാ, കിട്ടിക്കോ. അങ്ങനാണ് നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായത്, ഗ്ലോറി. പേര് പറഞ്ഞാൽ വിഷമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സായിപ്പ് കയറി തൊട്ടു, പാവപ്പെട്ടവൻ വെള്ളത്തിൽ വീഴാതെ അത് കയറി പിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് തൊട്ടാൽ ആർക്കാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. മനസ്സിലാകാത്തവർ ദയവായിട്ട് വിളിക്കുക. ഫോൺ നമ്പർ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. I don't want to criticize. I love everyone. I'm going to tell you the truth. If somebody touch, ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഇന്ത്യൻ കൾച്ചറിൽ ആരെങ്കിലും തൊട്ടാൽ, ഒരു സ്ത്രീയെ കയറി തൊട്ടാൽ പിന്നെ എന്തായി, പാവപ്പെട്ട സായിപ്പിന്റെ തലയിലായി. അങ്ങനെ സ്പിരിച്വൽ വേൾഡിൽ നീ കണ്ടാ പിന്നെ നിന്റേതാ. ന്യൂ ടെസ്റ്റമെന്റിൽ കണ്ണ് തുറക്കണം. കണ്ണ് തുറന്നാൽ കണ്ടാൽ നിന്റേതാ. ഉറക്കെ പറ, behold, you are a new creation. ഇല്ലേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഇതാ എന്തോ വാട്ട്സ് ദ മീനിങ്? ഇതാ, behold means എന്താ? See. So if you want to become the real new creation with full privileges, behold, be an observer, see. Where you can see it in the Bible. Every spiritual blessing is in H cloud. And again, cloudy kadaka. ഇതിന്റെ പേരാണ് H cloud. എല്ലാ ബ്ലെസ്സിങ്സും എവിടെ കിടക്കുക? ഇത് മേളി വെച്ചിട്ട് നമ്മൾ എന്തിരിക്കുക? താഴെ നമ്മള് ദൈവമേ സ്വർഗം ഒന്ന് തുറക്കണേ, സ്വർഗം പറയും താഴെ കണ്ണൊന്ന് തുറക്കണേ. പണ്ട് എലീശയുടെ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, യജമാനനെ മുഴു സൈന്യം കൊണ്ട് നിറഞ്ഞേക്കുന്ന കണ്ടോ?
യജമാന അന്നാണ് പുള്ളി കറക്റ്റ് ആയിട്ട് വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ ചിരിയിരിച്ചത്. അങ്ങനെയാണ് വീരപാണ്ഡ്യൻ ചിരിക്കുന്നത്. ആർക്കെങ്കിലും അങ്ങനെ ചിരിക്കാൻ പറ്റുന്നവരൊന്ന് ചിരിച്ച് കാണിക്കാൻ സന്തോഷമായിരുന്നു. താറാവ് ചിരിക്കുന്നതും വേണം. എലീശ അട്ടഹസിൽ ചിരിച്ചാടണേ, ദൈവമേ ഇവന്റെ കണ്ണൊന്ന് തുറക്കണേ. കണ്ണു തുറന്നപ്പോ പുള്ളി എന്തോ കണ്ടേ? അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ആരാമ്യ സൈന്യത്തെക്കാൾ കൂടുതലായിട്ട് ഇവരെ ചുറ്റി നിൽക്കുക. ഇവിടുത്തെ മാറ്റർ ഇസ് നോട്ട് ദ മാറ്റർ ഓഫ് ന്യൂ ക്രിയേഷൻ. പുതിയ സൃഷ്ടിപ്പിന്റെ ആവശ്യമല്ല. ഇവിടുത്തെ ആവശ്യം കണ്ണൊന്ന് തുറന്നാ മതി. ഹല്ലേലൂയ പറയോ? എല്ലാരും പറയാം മുഴുവൻ അനുഗ്രഹം നിങ്ങളുടെ പേരുണ്ട്. ഈ പുതിയ അനുഗ്രഹം ഇവിടെ ഞങ്ങളുടെ യോഗത്തിൽ വന്ന അനുഗ്രഹം അങ്ങനെ കള്ളത്തരം. അതൊക്കെ യോഗത്തിൽ വന്ന അനുഗ്രഹിക്കും ഒന്നുമില്ല. എല്ലാ ആശീർവാദം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുക. ഇവിടെ വന്ന നിന്റെ കണ്ണു തുറക്കാൻ പറ്റുന്നെങ്കിൽ, അതൊന്ന് കാണാൻ പറ്റുന്നെങ്കിൽ അത് നിന്റേതായി മാറും. ഈ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മാത്രം, നോക്കുമ്പോൾ ചലിക്കുന്നു, നിർത്താൻ പോകും. നോക്കുമ്പോൾ ഇങ്ങനെ ചലിക്കുന്നു. സോറി, നോക്കാതിരുന്നാൽ, ഒബ്സർവ് ചെയ്യാതിരുന്നാൽ മൂവ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്താൽ നിൽക്കുന്നു. ഇതിന് പറയുന്ന സയന്റിഫിക് നെയിമാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ്. എന്തോ ഫംഗ്ഷൻ കൊളാപ്സ്? വേവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. when somebody is observing it, it is collapse. collapse എന്ന് പറഞ്ഞാൽ എന്താ? വേവ് ഫംഗ്ഷൻ കൊളാപ്സ്. ഞാൻ വിശ്വസിക്കുന്നു നീ വിശ്വാസത്തിന്റെ കണ്ണ് തുറന്ന് നിന്റെ ബ്ലെസ്സിങ്സ് നീ കാണുന്ന നിമിഷം ഈ സ്പിരിച്വൽ വേൾഡിൽ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് കൊളാപ്സ് ആണ്. ബാക്കി നമുക്ക് പിന്നെ പഠിക്കാം. ഒത്തിരി ഒരു കുഞ്ഞുകാരുടെ പറഞ്ഞ് നിർത്താൻ പോവാ. ലാസ്റ്റ് നമ്മൾ കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കണം. കർത്താവിന്റെ കാൽവറി മരണത്തെ ഓർക്കണം. These all things are, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റെവലേഷൻ പോയി കഴിഞ്ഞാൽ you can see Jesus there. And the bread and the wine come to you. You are going to see the glory of Jesus there. The glory there. Because unseen world in Christന്റെ സാന്നിധ്യമുണ്ട്. Are you ready? സന്തോഷമുള്ള കർത്താവിന് സ്തോത്രം ചെയ്തേരെ. ശബ്ദവൃത്തി കർത്താവിന് സ്തോത്രം ചെയ്തേരെ. എല്ലാവരും പറ, സൂപ്പർ നാച്ചുറലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. Hallelujah. Hallelujah. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ. നെക്സ്റ്റ് വീക്ക് I'll go through the same subject again. I know കർത്താവിനെ ബലപ്പെടുത്തി അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും ഒന്ന് വായി തുറന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും വായി തുറന്ന് പറഞ്ഞാട്ടെ. ഞാൻ കണ്ടാൽ അത് എന്റേതാണ്. ശബ്ദം കണ്ടാൽ എന്റേതാണ്. അവർക്ക് പറ, കണ്ടാൽ എന്റെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണ് ഉറക്കെ പറ കുരുടാക്കി. അതിന്റെ അർത്ഥം എന്താ? കാണാതിരുന്നാൽ നിനക്കൊന്നും പ്രാപിക്കാൻ പറ്റില്ല. കണ്ടാൽ സ്വന്തമായി. When you see something, that will be collapsed. Hallelujah. That's a spiritual wave collapse. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ ഹോളിനകത്ത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ ഒരു സ്പിരിച്വൽ വേവ് കൊളാപ്സ് നടക്കാൻ പോവുകയാണ്. പുതിയ ബിസിനസ് കൊളാപ്സ് ആകാം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എവിടെ കിടപ്പുണ്ട് മുഴുവൻ ബിസിനസ്? The spiritual world. When you see it, it will be collapsed. If collapse ചെയ്താൽ അത് നിന്റേതായി. I will go through the Bible. I have many verses from the Bible to prove this subject. Hallelujah. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. Hallelujah. വിശ്വസിക്കണം. ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി പോകുമ്പോ ഈ റെവലേഷൻ അകത്ത് വെച്ചോണ്ട് പോകണം. ഇന്ന് രാത്രി ദിവസം മൊത്തം പോയിട്ട് you have to see it. Be an observer. Be a seer. That's why Jesus said, go and be my witness. നിങ്ങൾ എന്റെ അടുത്ത ഭാഗം എല്ലാവരും പറ, സാക്ഷി. What is the meaning of സാക്ഷി? What is the real meaning of സാക്ഷി? The real meaning of സാക്ഷി is അക്ഷി കൊണ്ട് വീക്ഷിക്കുന്നവൻ. According to the Christian principle, സാക്ഷി means Jesus പറഞ്ഞു, you are my witness.
Witness means the person, those who are watching, observing and seeing. Right now ജീവിക്കുന്ന ജീസസിന്റെ ലൈഫ് കണ്ടവനാണ് സാക്ഷി. ഹല്ലേലൂയ. see ചെയ്തവനാണ് സാക്ഷി. എനിക്ക് തോന്നുന്നു പീറ്റർ ആൻഡ് ജോൺ സൂപ്പർ നാച്ചുറലിലേക്ക് ഒന്ന് കേൾക്കട്ടെ. പീറ്റർ ആൻഡ് ജോൺ see the Lord Jesus Christ in the spiritual life. അവർ കണ്ടെന്താ? Jesus is rising that lame man. അയ്യോ, യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? ഉണർന്നനെ എഴുന്നേൽപ്പിക്കുന്നു. He saw that, they saw that in the spirit. സ്പിരിറ്റിൽ കണ്ടത്. സുന്ദരം എന്ന ഗോപുരവാതിക്കൽ ചെന്നിട്ട് പറഞ്ഞു, rise up and walk. What happened here? Already ഇവർ എന്ത് കണ്ടു? They witnessed it. ഇവരെ എഴുന്നേൽപ്പിച്ചിട്ട് വിറ്റ്നസ് ആയതല്ല, അവർ വിറ്റ്നസ് ആയിട്ട് എഴുന്നേൽപ്പിച്ചത്. They saw the supernatural and they created it here. They saw the hedge cloud and demonstrated in the world. John Lawrence brother എന്താ പറയുന്നത്? I'm preaching to you. I'm also preaching for me. നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ പ്രസംഗിക്കുന്നത്, നിങ്ങൾക്കും വേണ്ടി എനിക്കും വേണ്ടി. I am preaching for myself. I'm so happy to preach this word because I'm happy to receive this word. Everybody say hallelujah. Hallelujah. ഇതിലേക്ക് ഞാൻ പോകാൻ പോകുന്നത് ഇതൊരു അനദർ ഫ്രീക്വൻസിയാണ്. ഹല്ലേലൂയ പറഞ്ഞാൽ ഹെവൻലി ഫ്രീക്വൻസിയിലേക്ക് കയറാൻ പോകും. Are ready? Jesus died for us. His body and his blood is moving in higher frequency. It's going to change your life forever. When you touch Jesus, പറഞ്ഞു എന്നെ തിന്നുന്നവൻ എന്നെ തിന്നുന്നവൻ. അതിന്റെ അർത്ഥം എന്താ? How can you eat Jesus? Communion. Communion is not the place we are crying, Lord, I'm sorry, Lord. ബ്രെഡിന്റെ മുമ്പിൽ കരയുന്ന ഭൂമിയിലെ ഏക ഗ്രൂപ്പ് ആണ്. സാധാരണ ആളുകൾ അപ്പം ഇല്ലാതെ കരയും, സഭയിലെ ആളുകൾ അപ്പം കണ്ട കരയും. കർത്താവിന്റെ ശുശ്രൂഷകന്മാർ വന്നു, വേഗത്തിൽ വന്നു. കർത്തൃമേശയ്ക്കായി നിയോഗിക്കപ്പെട്ടവർ ദയവായി ഓടി വരും. ഒരു മൂപ്പനെ കാണുന്നില്ല. മൂപ്പനെ സുഖമില്ലേ? എണ്ണഭൂഷണ മൂപ്പ നന്ദി സന്തോഷപ്രദരെ. Get ready, brothers and sisters. I have no time to explain all these things because നമ്മുടെ ദൈവത്തിന്റെ അറിവിൽ നിന്നുകൊണ്ട് ഈ ഭാഗങ്ങളെ വിശദീകരിക്കാൻ നമുക്ക് ഇന്ന് പറ്റില്ല. പക്ഷേ we are going to see Jesus there. Are you ready? Now we are going to see. നേരത്തെ പറഞ്ഞു, when you see, that is yours. When you see മഹാത്മ്യമീദീനന വദിയുണ്ടു രഹസ്യം